ഹായ് ഗായ്സ്, ഒരിക്കൽ കൂടെ മാസ്റ്റർ ഐഡിയാസിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഒരു കുപ്പി വെച്ച് ഇതുപോലത്തെ ഒരു വർക്ക് ചെയ്യാൻ പോവാണ്. ഇത് കുപ്പി വെച്ചാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇപ്പം തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക, കൂടി അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. ഞാൻ ഇടുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് അതാ സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പം വെച്ച് ലാഗ് അടുപ്പിക്കുന്നതിന് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം ഗൈസ് നമുക്ക് ഉണ്ടാക്കുന്നതിലേക്ക് തുടങ്ങാം. അപ്പം ഞാൻ ഇതുപോലെ ഈ വർക്ക് ചെയ്യാൻ വേണ്ടി ഇത്തിരി കുപ്പിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ സൈഡ്, അതായത് ഈ മൂല നമുക്ക് കട്ട് ചെയ്യണം. മൂല എന്ന് പറഞ്ഞാൽ റൗണ്ട് ഇങ്ങനെ കട്ട് ചെയ്യണം. ഞാൻ അത് കാണിക്കാം. നമ്മൾ ആദ്യം ഒരു കിഴുത്ത് ഇടുവാണ്. നമ്മൾ കത്രി വെച്ചാണ് കട്ട് ചെയ്യുന്നത്. കത്രി എന്നിട്ട് ഇറക്കി കൊടുക്കുക കിഴുത്തോട്ട്, എന്നിട്ട് നേരെ കട്ട് ചെയ്യുക. റൗണ്ട് നേരെ കട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കിത് ആവശ്യമില്ല, നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ഈ സൈഡും കട്ട് ചെയ്യേണ്ടതുണ്ട്. ഈ സൈഡിൽ റൗണ്ട് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ആയിട്ട് ഒരു പീസ് ഇട്ടു, എന്നിട്ട് കത്രിക കയറ്റി കൊടുത്തു, എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്തു. അപ്പം ഗൈസ് നമ്മൾ രണ്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇത് രണ്ടും വേണ്ട, കുപ്പിയുടെ നടുഭാഗം മാത്രം മതി, ഈ ഭാഗം മാത്രം മതി. ഇനി നമുക്ക് അടുത്ത പരിപാടി എന്ന് പറയുമ്പോൾ ഇത് നല്ലപോലെ നമുക്ക് മടക്കണം. അപ്പം ഇങ്ങനെ നല്ലപോലെ നമ്മൾ മടക്കിയെടുക്കണം. നല്ലപോലെ മടക്കിയെടുക്കുകയാണ്, ആരോഗ്യവും മടക്കിയെടുക്കണം. ഇനി നമുക്ക് അടുത്ത ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി നമുക്ക് ഇതിനകത്ത് കട്ട് ചെയ്യണം. കത്രി വെച്ച് നമുക്കിതുപോലെ ഞാൻ കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്യണം. നേരെ കുറച്ച് വീതി ഇട്ട് നിങ്ങൾ ഇതുപോലെ തന്നെ കട്ട് ചെയ്യണം. അപ്പോൾ ഒന്ന് കട്ട് ചെയ്തു. ഇതുപോലെ തന്നെ ഒരു 5-6 എണ്ണം നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ തന്നെ ഞാനിപ്പോൾ കട്ട് ചെയ്തതുപോലെ തന്നെ ഇതുപോലെ തന്നെ ഒരു 5-6 എണ്ണം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഗായ്സ്, അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്ന് പറയുമ്പോൾ ഇത് ഒരെണ്ണം ഇതുപോലെ എടുത്തിട്ട് നമ്മളിപ്പോൾ ഒരു ഹാർട്ടിൻ്റെ, അതായത് ലവ് ഷേപ്പാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം ഹാർട്ടിൻ്റെ ഷേപ്പിലാക്കി എടുക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ മണ്ടയ്ക്കത്തെ ഈ മടക്ക് താപ്പോട്ട് മടക്കുക. അപ്പം കണ്ടു കഴിഞ്ഞാൽ ഒരു ഹാർട്ടിൻ്റെ ഷേപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മളിതെല്ലാം ചെയ്തെടുക്കണം, ഹാർട്ടിൻ്റെ ഷേപ്പ്. അപ്പോൾ നമുക്ക് ആ പരിപാടിയിലേക്ക് പോകാം. അപ്പം ഗായ്സ്, നമ്മൾ ഇവിടെ ഇതെല്ലാം ലവ് ഷേപ്പിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ കുറേ എണ്ണം ലവ് ഷേപ്പിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇനി അടുത്ത പരിപാടി എന്ന് പറയുമ്പോൾ ഇതൊരു കോട്ടൺ നൂലാണ്. ഇത് കടയിലൊക്കെ മേടിക്കാൻ കിട്ടുന്ന ഇതുപോലത്തെ കോട്ടൺ നൂല്. അപ്പോൾ ഈ കോട്ടൺ നൂല് നമ്മൾ ഇതിനകത്ത് ചുറ്റി എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് എല്ലാം ചുറ്റി എടുക്കണം. അപ്പോൾ ഞാൻ വേറെ ഒരു ഡെമോ എണ്ണം കാണിച്ചു തരാം. ഇതുപോലെ നമ്മൾ ചുറ്റിയെടുക്കണം. ഇതുപോലെ നമ്മൾ ഇത് പ്ലാസ്റ്റിക്കിലെ ഈ നൂല് നമുക്ക് ചുറ്റിയെടുക്കണം. അപ്പം നമുക്ക് ആ പരിപാടിയിലേക്ക് പോകാം. അപ്പം ഞാനിവിടെ ചുറ്റാൻ പോവാണ്. അപ്പോൾ അതിന് മുമ്പേ നിങ്ങളിവിടെ ഒരു പശ ഒഴിച്ച് കൊടുക്കുക. പശ ഒഴിച്ച് കൊടുത്തിട്ട് ഈ നൂല് വെച്ചിട്ട് ഒട്ടിച്ചിട്ട് ചുറ്റി എടുക്കുക. അപ്പോൾ നമുക്ക് ആ പരിപാടിയിലേക്ക് പോവാം. അപ്പം ഗായ്സ്, നമ്മൾ ഒരു 8 എണ്ണം ചുറ്റിയെടുത്തിട്ടുണ്ട്. ഒരേ കളറല്ല, നമ്മൾ വ്യത്യസ്തമായ കളറുകൾ ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ലെവലിൽ വെച്ച്, അതായത് സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചിട്ട് ഇത് നമുക്ക് ഒട്ടിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം നമുക്ക് ആ പരിപാടിയിലേക്ക് പോകാം. അപ്പം ഗായ്സ്, നമ്മൾ ഇങ്ങനെ വെച്ചാണ് ഒട്ടിക്കാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ വെച്ച് ഒട്ടിക്കുക. അപ്പോൾ ഇത് ഒട്ടിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഈ മൂല, അതായത് ഈ സൈഡുകളിലെല്ലാം നമ്മൾ ഫെവിക്കോളോ അതായത് വേറെ പശകളോ വെച്ച് നമ്മൾ ഒട്ടിച്ചൊട്ടിച്ച് സൈഡുകളെല്ലാം ഒട്ടിച്ചൊട്ടിച്ചെടുക്കുക. അപ്പോൾ നമുക്കിനി ആ പരിപാടിയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ വെച്ച് ഒട്ടിക്കാൻ പോവാണ്. അപ്പം ഗായ്സ്, നമ്മൾ ഇത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമ്മളിത് എല്ലാം ഒട്ടിച്ചെടുത്തു. ഇപ്പം നമ്മളെല്ലാം ഒട്ടിയിരിക്കുന്നുണ്ട്. ഇനി അടുത്ത പരിപാടി എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ താഴെ ഇങ്ങനെ ഒരു ചെറുതായിട്ട് തൂക്കിയിടാൻ വേണ്ടി ഒരു സംഭവം ഉണ്ടാക്കുന്നുണ്ട്. അപ്പം നമുക്ക് അത് ഉണ്ടാക്കാനിലേക്ക് പോവാം. അപ്പം അതിനുവേണ്ടി ഞാൻ ഇതുപോലത്തെ ഒരു നൂലെടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ എന്ന് പറയുമ്പോൾ ഒരു ഓറഞ്ച് കളർ നൂല്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് കളർ വേണമെങ്കിലും എടുക്കാം. പിന്നെ ഞാനൊരു മഞ്ഞ നൂലും എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ നൂലെടുക്കുക. അത് രണ്ടും ഞാനാണെങ്കിൽ യോജിപ്പിച്ച് വെക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഇതുപോലെ തന്നെ ഇങ്ങനെ ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ഇങ്ങനെ മടക്കി ചെയ്യുക. ഇതുപോലെ മടക്കി ചെയ്യുക. അപ്പോൾ ഫുള്ളും ഇതുപോലെ നമ്മൾ മടക്കി എടുക്കണം. അപ്പം ഗായ്സ്, നമ്മളെല്ലാം മടക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ ഒരു കളർ നൂല് എടുത്തിട്ട് ഇതിൻ്റെ ഈ ഒരു സൈഡ് മാത്രം നമ്മൾ കെട്ടി ഇടണം. ഇതുപോലെ ഇങ്ങനെ കെട്ടി ഇടണം.
അപ്പം വേറൊരു കളർ നൂലെടുത്ത് കെട്ടുവാണ്. ഇതിങ്ങനെ ഈ സൈഡ് മാത്രം ഞാൻ കെട്ടുവാണ്. നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ഗൈസ് നമ്മൾ കെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ നൂല് ഇതുപോലെ കുറച്ച് വിട്ടേക്കണം. ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മടക്കിയ ഭാഗം വേർപിരിച്ചിട്ട്, അതായത് ഇങ്ങനെ ആക്കിയിട്ട് നമുക്കിതിൻ്റെ ഉള്ളിൽ നിന്ന് കട്ട് ചെയ്യേണ്ടതുണ്ട്. കട്ടർ ചെയ്തിട്ട് നമുക്ക് ഒരു സൈഡ് കട്ട് ചെയ്ത് കളയണം. മറ്റേ നമ്മൾ കെട്ടിയ ഭാഗമല്ല, താഴത്തെ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയുവാണ്. അപ്പം ഗൈസ് നമ്മളിത് കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി നമുക്ക് ഇതിങ്ങനെ ഇങ്ങനെ ഇതാക്കി ഇടണം. അപ്പോൾ നമുക്കിതിൻ്റെ താഴെ ഇങ്ങനെ തൂക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത് ഉണ്ടാക്കിയത്. അപ്പോൾ നമുക്കിതിൻ്റെ താഴെ ഇങ്ങനെ ഇത് തൂക്കാം. അത് നിങ്ങളുടെ ഏതാ താഴെയെന്ന് വെച്ചാൽ നിങ്ങൾ അവിടെ തൂക്കാം. ഇതുപോലെ തന്നെ ഈ കളർ തന്നെ ഉപയോഗിക്കണമെന്നില്ല, നിങ്ങൾക്ക് വേറെ നൂലിൻ്റെ കളറൊക്കെ ചേഞ്ച് ചെയ്യാം. അപ്പം ഗൈസ് നമ്മൾ ഇവിടെ കെട്ടി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്ന് പറയുമ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ ഒരു ബോൾ ഉണ്ടാക്കിയെടുക്കണം. അപ്പം ഞാൻ അതിന് വേണ്ടി 2 കയറ് ഇതുപോലെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. 2 നൂല്, കയറല്ല കേട്ടോ, നൂല് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ മടക്കി എടുക്കണം. ഞാൻ നേരത്തെ ചെയ്ത പോലെ മടക്കി എടുക്കുവാണ്. അപ്പം ഗൈസ് നമ്മൾ ഇതും മടക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ മറ്റേത് ചെയ്തപ്പോൾ ഇവിടെ ആയിരുന്നു നമ്മൾ കെട്ടിട്ടത്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ അല്ല നമ്മൾ കെട്ടിയിട്ടത്, നമ്മൾ നടുക്കാണ് കെട്ടിയിട്ടത്. അപ്പോൾ നമ്മൾ നടുക്ക് കെട്ടിയിടാൻ പോവാണ്. നമ്മൾ മറ്റേ സൈഡിലാണ് കെട്ടിയിട്ടത്, ഇത് നടുക്കാണ് കെട്ടിയിട്ടത്. അപ്പം നമുക്ക് കെട്ടിയിടാം. അപ്പോൾ ഗൈസ് നമ്മൾ ഇത് നടുക്കുവശം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ 2 മൂലയും കട്ട് ചെയ്ത് കളയണം. 2 മൂലയും നമ്മൾ കട്ട് ചെയ്ത് കളയാൻ പോവാണ്. അപ്പം നേരെ വെച്ച് തന്നെ നിങ്ങൾ കട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം ഗൈസ് നമ്മൾ 2 സൈഡും കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി നമുക്കിതിങ്ങനെ ഒരു ബോളിൻ്റെ രൂപത്തിൽ, അതായത് ഇങ്ങനെ ഇതാക്കി ഒരു ബോൾ പോലെ നമുക്ക് ഇതാക്കി വെക്കണം. ഗൈസ് അപ്പോൾ നമ്മൾ ഏകദേശം ഒരു ബോളിൻ്റെ രൂപം പോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ സ്ഥലത്ത്, അതായത് ഇവിടെ ആയിട്ട് നമുക്ക് വെച്ച് കെട്ടിയെടുക്കണം. അപ്പം നമുക്ക് ആ പരിപാടിയിലേക്ക് പോകാം. അപ്പം ഗൈസ് നമ്മളെല്ലാം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നമ്മുടെ ലാസ്റ്റ് എല്ലാ പരിപാടിയും തീർന്നിട്ടുണ്ട്. നമ്മൾ ലാസ്റ്റ് അങ്ങനെ ഒരു ക്രാഫ്റ്റ് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇനി നമുക്കിത് ഇവിടെ ഒരു കയർ കൊടുത്തിട്ട് എവിടെയെങ്കിലും കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് കൊണ്ട് തൂക്കിയിടാം. അപ്പോൾ നമുക്ക് ഒന്ന് തൂക്കിയിട്ട് നോക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതിനെപ്പറ്റി എന്ത് അഭിപ്രായം നിർദ്ദേശം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് അറിയിച്ചേക്കുക. ഇതുവരെ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇത് കുപ്പിയും കൊണ്ടാണ് ചെയ്തത്, നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. കാരണം ഈസി വർക്കാണ്, നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഈ സമയമൊക്കെ ഇരുന്ന് നിങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. പിന്നെ എൻ്റെ പണ്ടത്തെ വീഡിയോ ഒക്കെ നിങ്ങൾ പോയൊന്ന് ചാനൽ വിസിറ്റ് ചെയ്തിട്ടൊന്ന് പോയി കാണുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം. അടുത്ത വീഡിയോ വരെ ബോണി മിന്നി ബിഗ് സൈനിങ്.